ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ടു ദ ഗോൾഡ് ന്യൂക്ലിയസ് ഓഫ് ആറ്റോമിക് നമ്പർ 79 of a 7.7 mega electron volt alpha particle before it comes to momentarily to rest and reverses its direction. ഇത് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഗോൾഡ് ഫോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. അതിൻ്റെ ആറ്റോമിക് നമ്പർ 79 ആണ്, അഥവാ അതിൻ്റെ ചാർജ് 79 ആണ്, പ്ലസ് 79 ആണ് ചാർജ്. ആറ്റോമിക് നമ്പർ 79 എന്ന് പറഞ്ഞാൽ 79 പ്രോട്ടോൺസ് ആണ് അതിൻ്റെ ന്യൂക്ലിയസിലുള്ളത്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, അത് നോക്കുന്നില്ല. അപ്പോൾ പ്ലസ് 79 ആണ് ഗോൾഡിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ്. ഒരു ആൽഫ പാർട്ടിക്കിൾ അപ്രോച്ച് ചെയ്യുകയാണ് ഇതിനെ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് ബൈ ഹാർട്ടാക്കി വെക്കണം, +2 E ആണ്. അത് നിർബന്ധമായിട്ട് ബൈ ഹാർട്ടാക്കണം. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് +2 E ആണ്. ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൈനറ്റിക് എനർജി, ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു, ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ടോട്ടൽ എനർജി ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇത് ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നല്ല എനർജിയിൽ വന്ന ഒരു ആൽഫ പാർട്ടിക്കിളാണ്. ഇതിങ്ങനെ വരും തോറും ഈ ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് ഇതിനെ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. കാരണം സെയിം ചാർജസ്, ലൈക്ക് ചാർജസ് റിപ്പല്ലാണ്. ഇതിങ്ങനെ വരും തോറും അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വന്നിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അത് സ്റ്റോപ്പാവും. സ്റ്റോപ്പായിട്ട് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങും, തിരിച്ചു പോകാൻ തുടങ്ങും. വാട്ട് ഈസ് എ മിനിമം ഡിസ്റ്റൻസ്? ഇതൊക്കെയിടയ്ക്കുള്ള ആ മിനിമം ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. ഡി ആണ് അറിയേണ്ടത്, ഡി. ക്ലിയർ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ക്ലോസസ്റ്റ് അപ്രോച്ച്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഈ പൊസിഷന് ഞാൻ എ എന്ന് പേര് കൊടുക്കാം, ഈ പൊസിഷന് ഞാൻ ബി എന്നും പേര് കൊടുക്കാം. ബൈ കൺസർവേഷൻ ഓഫ് എനർജി എയിലുള്ള ടോട്ടൽ എനർജി തന്നെയാണ് ബിയിലുള്ള ടോട്ടൽ എനർജി. ഇവിടെ ഫ്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനർജി കൺസർവേഷൻ പ്രകാരം എയിലുള്ള എനർജി തന്നെയാണ് ബിയിലുള്ള ടോട്ടൽ എനർജി. അപ്പോൾ എയിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയാനായിട്ട് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. രണ്ട് ചാർജസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ ലാർജ് ആണെന്നുണ്ടെങ്കിൽ ഡസ് നോട്ട് ഹാവ് എനി പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. രണ്ട് ചാർജ് Q1 ഉം Q2, ഓർമ്മയുണ്ടോ? ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് R ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓർമ്മയുണ്ടോ? പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2 /R. രണ്ട് ചാർജസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് R ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ പൊസിഷൻ ഓർ അറേഞ്ച്മെൻറ്റ് വിൽ ബി 1/4πε0 Q1 Q2 /R ആണ്. ഇവിടെ R വളരെ ലാർജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ വളരെ ലാർജർ ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഈ രണ്ട് ചാർജസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ ലാർജ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ നെഗ്ലക്റ്റ് ദ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇനീഷ്യലി വളരെ അകലെന്നാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ വരുന്നത്. ഇനീഷ്യലി ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് R വളരെ കൂടുതലാണ്. സോ ദ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇനീഷ്യലി ഇറ്റ് ഹാസ് ഓൺലി കൈനറ്റിക് എനർജി. അത് 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. 7.7 മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ് മെഗാ. പിന്നെ വരുന്ന ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. 1 ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇലക്ട്രോൺ വോൾട്ട് അറിയാമോ? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂൾസ് ആണ്. വിനെ നമുക്ക് ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യാം. 1.6 × 10⁻⁻19 ജൂളാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ള എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി മാത്രമേ ഇനീഷ്യലി ഉള്ളൂ.
നല്ല സ്പീഡിൽ വന്ന ഈ ആൽഫ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്പീഡ് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം സ്റ്റോപ്പായിട്ട് പിന്നെ റീബൗണ്ട് ചെയ്ത് പോവാണ്. ഇവിടെ എത്തുന്ന സമയത്ത് അത് അല്ലേ സ്റ്റേഷനറിയാണ്. ആ ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി ഇല്ല, 0. പക്ഷേ അവിടെ എത്തുമ്പോൾ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, വളരെ അടുത്തായിരിക്കും അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഇല്ല. കാര്യം ഇവിടെ വെലോസിറ്റി 0 അപ്പോൾ ബിയിലുള്ള എനർജി എന്ന് പറയാനായിട്ട് പൊട്ടൻഷ്യൽ എനർജിയേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല ഇതാണ്. അതിൽ ആ 1/4πε0 നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, 9 × 10⁻⁹ എഴുതാൻ പറ്റും. Q1 Q2 എന്ന് പറഞ്ഞാൽ +2e, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +79e. അപ്പോൾ 1/4πε0 9 × 10⁻⁹ ആയി. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2e, Q2 എന്ന് പറഞ്ഞാൽ +79e /6. R എന്ന് പറഞ്ഞാൽ D ആണ്, ദ മിനിമം ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒരു ഇ വേണമെങ്കിൽ വെട്ടിക്കളയാം കേട്ടോ. ഈ 1.6 × 10⁻⁻19 ഇ ആണല്ലോ. ഈ ഇയും റൈറ്റ് സൈഡിൽ ഒരു ഇയും നമുക്ക് വെട്ടിക്കളയാം. പിന്നെ മറ്റേ ഇനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1.6 × 10⁻⁻19 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡി നമ്മൾ ലെഫ്റ്റിലോട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണേ. കേട്ടല്ലോ, ഡി ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്തു, 7.7 × 10⁻⁶ റൈറ്റിലോട്ട് എടുത്തു. കാൽക്കുലേഷൻസ് ഞാനിവിടെ പറയുന്നില്ല, ചെറിയൊരു ഒരു സ്റ്റെപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡി ലെഫ്റ്റിലോട്ട് എടുത്തു, ലെഫ്റ്റ് സൈഡിലെ നമ്പർ റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ ഡി = 9 × 10⁻⁹ × 2 × 79 × e. 9 × 10⁻⁹ × 2 × 79 × e, അതായത് 1.6 × 10⁻⁻19 ശരിയല്ലേ, ഡിവൈഡഡ് ബൈ 7.7 × 10⁻⁶ റൈറ്റ് സൈഡിലോട്ട്, 7.7 × 10⁻⁶ റൈറ്റ് സൈഡിലോട്ട് എടുത്തു. ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? ആൻസർ ചെയ്തു വരുമ്പോൾ ഡി = 3 × 10⁻⁻12 മീറ്റർ. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ.